മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമുക്ക് ബയോടൈപ്പിംഗ് എന്താണ്, സീറോ ടൈപ്പിംഗ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ബയോടൈപ്പിംഗ്, സീറോ ടൈപ്പിംഗ് ഇതൊക്കെ നമ്മൾ ഈ ടേംസ് ഒക്കെ സാധാരണ നമ്മൾ ക്ലാസിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ടാക്സോണമി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണിത്. ബയോവാർ, സീറോവാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ടാക്സോണമി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. ടാക്സോണമി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓർഗാനിസംസിനെ നമ്മൾ അതിന്റെ സിമിലാരിറ്റീസ് അനുസരിച്ചിട്ട്, അതിന്റെ ഡിസിമിലാരിറ്റി അനുസരിച്ചിട്ട് ഒക്കെ നമ്മൾ പല ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഓർഗാനിസംസിന്റെ സ്റ്റഡീസ് നമുക്ക് പോസിബിൾ ആയിട്ട് വരുള്ളൂ. ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പല കാര്യങ്ങൾ നമ്മൾ നോക്കും. അത് വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ അതിനെ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടാക്സോണമിക്കൽ സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന ടേംസ് ആണ് ബയോടൈപ്പിംഗ്, സീറോ ടൈപ്പിംഗ് ഇതൊക്കെ. It is sometimes important to analyze multiple isolates within a given species to determine whether they represent a single strain or multiple strain. ചില സമയത്ത് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ തന്നെ നമ്മൾ പല ഗ്രൂപ്പായിട്ടാണ് ഒരു ഓർഗനിസത്തിനെ നമ്മൾ പല ഇതിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഒരു കിങ്ഡത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഫംഗസിന്റെ കേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ, ഫഞ്ചൈ എന്ന് പറയുന്നത് ഒരു കിങ്ഡമാണ്. ആ കിങ്ഡം ഫഞ്ചൈയെ പല സബ് കിങ്ഡംസ് വരുന്നുണ്ട്. ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യും, പല ഫൈലമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്ന കിങ്ഡത്തിനകത്ത് പല ഫൈലം വരും, പല ഫൈല അതിനകത്ത് ഇൻക്ലൂഡ് ആണ്. ഫഞ്ചൈയുടെ കേസിൽ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കിങ്ഡം ഫഞ്ചൈയെ നമ്മൾ മെയിൻ ആയിട്ടും 4 ഫൈല ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫൈലം ആസ്കോമൈക്കോട്ട, ഫൈലം ബെസീഡിയോമൈക്കോട്ട, ഡ്യൂട്ടിറോമൈക്കോട്ട ആൻഡ് സൈഗോമൈക്കോട്ട. അപ്പൊ അങ്ങനെ കിങ്ഡത്തിനെ പല ഫൈല ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഈ ഫൈലത്തിനകത്ത് ഇനി ഓരോ ഫൈലും നമ്മൾ എടുത്താൽ ആ ഫൈലത്തിനെ പല ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം ആസ്കോമൈക്കോട്ട, ബെസീഡിയോമൈക്കോട്ട, ഡ്യൂട്ടിറോമൈക്കോട്ട, സൈഗോമൈക്കോട്ട. അപ്പൊ ഈ ഓരോന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിന് ഇതിനെല്ലാം ഓരോ ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എടുക്കുന്നത്. ഇപ്പൊ ഫംഗൽ ടാക്സോണമിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും അതിന്റെ മോർഫോളജിയും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം ആ ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഇതിനെ 4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പുകളെല്ലാമാണ് ആസ്കോമൈക്കോട്ട, ബെസീഡിയോമൈക്കോട്ട, സൈഗോമൈക്കോട്ട ഇതിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രൂപ്പിനകത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ല, എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഡ്യൂട്ടിറോമൈക്കോട്ട അല്ലെങ്കിൽ ഫഞ്ചൈയും പെർഫെക്റ്റ് എന്നും പറഞ്ഞ് നമ്മളൊരു സെപ്പറേറ്റ് ഫൈലമാക്കി. ഇനി ഈ പല ഫൈലം ഉണ്ട്, ഈ ഓരോ ഫൈലത്തിനെയും പല ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം സൈഗോമൈക്കോട്ട എന്ന ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സൈഗോമൈക്കോട്ട എന്ന ഫൈലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ക്ലാസ് ആണ് സൈഗോമൈസീഡ്സ് എന്ന ക്ലാസ്. അപ്പം ഓരോ ഫൈലത്തിനെയും പല ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി ഒരു ക്ലാസ്സിനെ തന്നെ പല ഓർഡർ ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ. സൈഗോമൈസീഡ്സ്, ആ സൈഗോമൈസീഡ്സ് എന്ന ഓർഡറിനകത്ത് വരുന്നതാണ് മ്യൂക്കറെയിൽസ്, എൻഡമോഫ്തറെയിൽസ് എന്നൊക്കെ പറയുന്ന ഓർഡർ. അപ്പം ഓർഡേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി ഈ ഓരോ ഓർഡറിനെയും പല ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മ്യൂക്കറേസിയെ, കണ്ണിങ്ഹമേലേസിയെ, കൊണീഡിയോബോളേസിയെ, ബെസീഡിയോബോളേസിയെ, അങ്ങനെ
പല ഫാമിലി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഈ പല ഫാമിലികളെ, ഇത് ഓരോ ഫാമിലിയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ ഫാമിലിയെയും നമ്മൾ പല ജീനസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ കുറെ ജീനസുകൾ ചേരുമ്പോഴാണ് നമുക്ക് ഒരു ഫാമിലി കിട്ടുന്നത് എന്ന് നമുക്ക് തിരിച്ചു പറയുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. കുറെ അധികം ജീനസുകൾ ചേരുമ്പോൾ ഒരു ഫാമിലി ആകും. കുറെ അധികം ഫാമിലികൾ ചേരുമ്പോൾ ഒരു ക്ലാസ് ആകുന്നു. കുറെ ക്ലാസ്സുകൾ ചേർന്നാൽ ഒരു ഓർഡർ കിട്ടും. അപ്പൊ ജീനസ് ഒരു ജീനസിനകത്ത് തന്നെ പല സ്പീഷീസുകൾ വരും. ഒരേ ജീനസിൽ തന്നെ പല സ്പീഷീസുകൾ പ്രസന്റ് ആണ്. ആസ്പെർജില്ലസ് ഒരു ജീനസ് ആണ്. ആസ്പെർജില്ലസ് എന്ന് പറയുന്നത് ഒരു ജനറിക് നെയിം ആണ് ആസ്പെർജില്ലസ്. ആ ആസ്പെർജില്ലസിനെ തന്നെ പല സ്പീഷീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റേഴ്സ്, നൈജർ, ആസ്പെർജില്ലസ് സ്റ്റെറിയസ്, ആസ്പെർജില്ലസ് ഫ്ലേവസ്, അങ്ങനെ പല സ്പീഷീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇനി ഈ സ്പീഷീസിൽ തന്നെ ഡിസിമിലാരിറ്റി. അപ്പൊ ഇവിടെ എല്ലാം ഇപ്പം ഒരു ജീനസ് നമ്മൾ നോക്കി, ആ ജീനസിൽ തന്നെ കുറെ എണ്ണത്തിന് ഉള്ള പ്രോപ്പർട്ടി സിമിലർ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഉള്ള പ്രോപ്പർട്ടീസ് ഉള്ളത് വേറെ കാണും. അത് അടുത്ത സ്പീഷീസ് ആകും. അവിടെ അതിലും വ്യത്യാസം വരുന്നതുണ്ടെങ്കിൽ അത് അടുത്ത സ്പീഷീസ് ആകും. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്പീഷീസ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇനി ഒരു സ്പീഷീസിനെ തന്നെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഡിസിമിലാരിറ്റീസ് കാണിക്കുന്നത് കാണും. അതാണ് സ്ട്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. അതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ ഇറ്റ് ഈസ് സംടൈംസ് ഇമ്പോർട്ടൻറ്റ് ടു അനലൈസ് multiple isolates within a given species to determine whether they represent a single strain or multiple strain. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഐസൊലേറ്റ്സ് ഒരു ഗിവൻ സ്പീഷീസിൽ തന്നെ മൾട്ടിപ്പിൾ ഐസൊലേറ്റ്സ് ഉണ്ട് എങ്കിൽ നമുക്കത് ഡിറ്റർമിൻ ചെയ്യണം. എന്ത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം? അതൊരു പെർട്ടിക്കുലർ സ്ട്രെയിൻ ആണോ, അതായത് ഒരു സിംഗിൾ സ്ട്രെയിൻ ആണോ, അല്ല മൾട്ടിപ്പിൾ സ്ട്രെയിൻസ് അതിനകത്ത് വന്നിട്ടുണ്ടോ? If a species of bacteria is isolated and cultivated in the laboratory, it is known as a strain. ഒരു സ്പീഷീസ് ഓഫ് ബാക്ടീരിയ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, if a species of bacteria is isolated and cultivated in the laboratory, it is known as a strain. A single isolate with distinctive characteristics may also represent a strain. ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഐസൊലേറ്റിനെ, ഒരു സിംഗിൾ ഐസൊലേറ്റിനെയും നമുക്ക് എന്ത് പറയാം? സ്ട്രെയിൻ എന്ന് പറയും. Members of the same species that have small difference between them can be distinguished by additional methods. സ്പീഷീസിൽ തന്നെ ചെറിയ ചെറിയ ഡിഫറൻസുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ചെറിയ ഡിഫറൻസ് ഉള്ള ആ സ്മോൾ ഡിഫറൻസ് പോലും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. These species is then subdivided into subspecies, subgroup, ബയോടൈപ്പ്, സീറോടൈപ്പ്, വേരിയൻസ് എക്സെട്ര. അപ്പൊ സ്പീഷീസിനെ തന്നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുന്നതാണ് സബ് സ്പീഷീസ്, സബ് ഗ്രൂപ്പ്, ബയോടൈപ്പ്, സീറോടൈപ്പ് എന്നൊക്കെ പറയുന്നത്. The process of differentiating strains based on their phenotypic and genotypic difference is known as typing. അങ്ങനെ സ്ട്രെയിൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെ അതിന്റെ ഫിനോടൈപ്പ് അനുസരിച്ച്, അതിന്റെ ജീനോടൈപ്പ് അനുസരിച്ച് ഒരു സ്ട്രെയിനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. Typing is the process of differentiating strains based on their phenotypic and genotypic difference. These typing methods, ഇനി എന്തിനാണ് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത്?
എവിടെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്? ദീസ് ടൈപ്പിംഗ് മെത്തേഡ്സ് ആർ യൂസ്ഫുൾ ഇൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, epidemiological study and understanding the pathogenesis of infection. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പൊ ആ ഇൻഫെക്ഷൻ ഉണ്ടായത് തന്നെ പല ഡിഫറെന്റ് സ്ട്രെയിൻസ് ഇതായിരിക്കും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ നമുക്ക് കണ്ടുപിടിക്കണം. അതർവൈസ് വി കാൺ കൺട്രോൾ ദാറ്റ് ഇൻഫെക്ഷൻ. പിന്നെ അതിന്റെ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് നടത്തണമെന്നുണ്ടെങ്കിൽ, അതിന്റെ പാത്തോജനസിസിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ, in hospital setting, they may be used to determine whether a set of isolates obtained from one patient represent a single infecting strain or multiple contaminants. ഹോസ്പിറ്റൽ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. നമ്പർ ഓഫ് ഐസൊലേറ്റ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആ ഐസൊലേറ്റ്സ് കിട്ടിയിരിക്കുന്നതെല്ലാം തന്നെയും ഒരേ സ്ട്രെയിൻ ആണോ അതോ ഡിഫറെന്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡിറ്റർമിൻ വെദർ എ സീരീസ് ഓഫ് ഐസൊലേറ്റ്സ് ഒബ്റ്റെയിൻഡ് ഓവർ ടൈം റെപ്രസെന്റ്സ് റിലാപ്സ് ഓഫ് ആൻ ഇൻഫെക്ഷൻ ഡ്യൂ ടു സിംഗിൾ സ്ട്രെയിൻ ഓർ സെപ്പറേറ്റ് എപ്പിസോഡ്സ് ഓഫ് ഡിസീസ് ഡ്യൂ ടു ഡിഫറെന്റ് സ്ട്രെയിൻ. പല സ്ട്രെയിൻ കൊണ്ടുണ്ടായതാണോ അതോ അല്ല സിംഗിൾ സ്ട്രെയിൻ കൊണ്ടുണ്ടായതാണോ, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ടൈപ്പിംഗ് മെത്തേഡ്സ് എസെൻഷ്യൽ ആണ്. ഇനി എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഫോർ ഇവാലുവേറ്റിംഗ് ടൈപ്പിംഗ് സിസ്റ്റം? എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് ഉള്ളതെന്ന് നോക്കാം നമുക്ക്. ടൈപ്പബിലിറ്റി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഒബ്റ്റെയിൻ അൺആംബിഗ്വസ് പോസിറ്റീവ് റിസൾട്ട് ഫോർ ഈച്ച് ഐസൊലേറ്റ് അനലൈസ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ ഐസൊലേറ്റിനും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കണം. നോൺ ടൈപ്പബിൾ ഐസൊലേറ്റ്സ് ആർ ദോസ് ദാറ്റ് ഗീവ് എയ്തർ എ നൾ ഓർ അൺഇന്റർപ്രറ്റബിൾ റിസൾട്ട്. ടൈപ്പബിൾ സ്ട്രെയിൻ ആയിരിക്കണം. ടൈപ്പബിൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നോൺ ടൈപ്പബിൾ ഐസൊലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാത്തത്. Reproducibility. It is the ability of the technique to yield the same result when the same strain is tested repeatedly. Reproducibility. ഒരേ ഇത് തന്നെ നമ്മൾ പല സമയത്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും ആ ഒരേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടണം. നമ്മൾ ഇപ്പോ ഒന്ന് ചെയ്ത് കിട്ടി, അതേ റിസൾട്ട് തന്നെയായിരിക്കണം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ റീപ്രൊഡ്യൂസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഡിസ്ക്രിമിനേറ്ററി പവർ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് എമംഗ് അൺറിലേറ്റഡ് സ്ട്രെയിൻ. അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിനിൽ നിന്ന് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഐഡിയലി ഈച്ച് അൺറിലേറ്റഡ് ഐസൊലേറ്റ് ഈസ് ഡിറ്റക്റ്റഡ് ആസ് യൂണിക്. അൺറിലേറ്റഡ് ആയിട്ടുള്ള ഐസൊലേറ്റിനെ നമ്മൾ യുണീക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എയ്സ് ഓഫ് പെർഫോമൻസ്. To be widely used, a typing method should be applicable to a broad range of microorganisms as well as inexpensive and technically easy. Typing methods അല്ലെങ്കിൽ ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസംസിന് ആപ്ലിക്കബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ പല ക്രൈറ്റീരിയകളാണ് ഈ ടൈപ്പിംഗ് സിസ്റ്റത്തിന്. പോസിറ്റീവ് റിസൾട്ട് കിട്ടണം, ആ കിട്ടിയ റിസൾട്ട് റിപ്പീറ്റഡ്ലി അത് തന്നെ നമുക്ക് കിട്ടണം. ആ റിസൾട്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിനുമായിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ബ്രോഡ് റേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസംസിന് ആപ്ലിക്കബിൾ ആയിരിക്കണം. ടൈപ്സ് ഓഫ് ടൈപ്പിംഗ് മെത്തേഡ്സ്. ഫിനോട്ടിപ്പിക് ടെക്നിക് ആൻഡ് ജീനോട്ടിപ്പിക് ടെക്നിക്. രണ്ട് ടൈപ്പ് ടെക്നിക്സ് ആണ്. ഫിനോട്ടിപ്പിക് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ദാറ്റ് ഡിറ്റക്ട് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രസ്ഡ് ബൈ ദ മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് ഫിനോട്ടിപ്പിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇത് ഡിറ്റക്ട് ചെയ്യുന്ന ഇതിനെയാണ് ഫിനോട്ടിപ്പിക് ടെക്നിക് എന്ന് പറയുന്നത്. ജീനോട്ടിപ്പിക് ടെക്നിക് ദോസ് ദാറ്റ് ഇൻവോൾവ്സ്
direct DNA-based analysis of chromosomal or extra chromosomal DNA-based analysis ഒക്കെ നടത്തുന്നതിനെയാണ് ജീനോടിപ്പിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഫീനോടിപ്പിക് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Phenotypic properties are properties like a shape, size, staining property, biochemical property, antigenic property that can be measured without reference to the genome. ഫിനോട്ടിപ്പിക് മെത്തേഡ്സിനകത്ത് നമ്മൾ പല പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ഷേപ്പ്, സൈസ്, സ്റ്റെയിനിങ് പ്രോപ്പർട്ടി, ബയോകെമിക്കൽ പ്രോപ്പർട്ടി, ആന്റിജനിക് പ്രോപ്പർട്ടി, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ ദീസ് ഫിനോട്ടിപ്പിക് മെത്തേഡ്സ് ആർ ലിമിറ്റഡ് ബൈ what are the limitations? Capacity of microorganism to alter the expression of gene which may occur spontaneously or in response to environmental stimuli. Capacity of microorganism to alter the expression of gene. Expression of genes which may occur spontaneously. അല്ലെങ്കിൽ environmental stimulus കൊണ്ടോ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന ജീൻ, അതിനകത്തുണ്ടാകുന്ന ജീനിനകത്ത് ചേഞ്ച്, അതിനകത്തുണ്ടാകുന്ന ജീനിനകത്തുണ്ടാകുന്ന ചേഞ്ച്, അത് ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കണം. പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റിമുലസ് വഴി ഉണ്ടാകുന്ന ജീൻ ചേഞ്ച് ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓർഗാനിസംസിന്, ഓൾട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഓർഗാനിസം. സെൽസ് which are genetically indistinguishable may have quite distant phenotype or phenotypic property if growing under different conditions. Genetically indistinguishable, genetically indistinguishable ആയിട്ടുള്ള, എന്നാൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫിനോടൈപ്പ് ഉണ്ട്, എന്നാൽ ജനറ്റിക്കലി ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഓർഗാനിസംസിനെ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റാതെ, അതൊക്കെ ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. പോയിന്റ് മ്യൂട്ടേഷൻ ദാറ്റ് മേ നോട്ട് ബ്രിങ് കൺസിഡറബിൾ ചേഞ്ച് ഇൻ ജീനോടൈപ്പ് can result in abnormal regulation or function responsible for a particular phenotype. ഇപ്പം ചില പോയിന്റ് മ്യൂട്ടേഷൻസ് ജീനോടൈപ്പിലൊന്നും വലിയ കാര്യമായ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ഫിനോട്ടിപ്പിക് ചേഞ്ചും അവിടെ ഉണ്ടാകാതെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില ലിമിറ്റേഷൻസ് ഈ ടൈപ്പിംഗ് ഫിനോട്ടിപ്പിക് മെത്തേഡ്സിന് ഉണ്ട്. ബയോടൈപ്പിംഗ് makes use of the pattern of metabolic activities expressed by an isolate, colonial morphology, and environmental tolerance. Pattern of metabolic activities ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ബയോടൈപ്പിങ്ങിനകത്ത്. സ്ട്രെയിൻസ് ആർ റെഫേർഡ് ടു ആസ് ബയോടൈപ്പ്. ബയോടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. ബയോടൈപ്പിംഗ് മേ ബി പെർഫോംഡ് മാനുവലി or using automated system. മാനുവൽ ആയിട്ടുള്ളതുകൊണ്ട് ഓട്ടോമേറ്റഡ് സിസ്റ്റംസും ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ബയോടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്? ഷുഗർ ഫെർമെന്റേഷൻ. ഓരോ ഓർഗാനിസവും ഫെർമെന്റ് ചെയ്യുന്ന ഷുഗേഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഓർഗാനിസംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അമിനോ ആസിഡ് ഡീകാർബോക്സിലേഷൻ. ഓർഗാനിസംസിന് ചില അമിനോ ആസിഡ്സ് ഡീഅമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീകാർബോക്സിലേറ്റ് ചെയ്യാനുള്ള ചില കേപ്പബിലിറ്റി ഉണ്ട്. ആ ഡീകാർബോക്സിലേഷൻ കേപ്പബിലിറ്റി, പിന്നെ എൻസൈമാറ്റിക് ആയിട്ടുള്ള പല ടെസ്റ്റുകൾ, ഇംവിക് ടെസ്റ്റ്, അതായത് ഇൻഡോള്, മീതൈൽ റെഡ്, വോഗസ് പ്രോസ്കാർ, സിട്രേറ്റ് ടെസ്റ്റുകൾ, സിട്രേറ്റ്, യൂറിയേസ്, ടോളറൻസ് ടു pH, കെമിക്കൽസ് ആൻഡ് ഡൈ, ഹൈഡ്രോളിസിസ് ഓഫ് കോമ്പൗണ്ട്സ്, ഹീമഗ്ലൂട്ടിനേഷൻ, ഹീമോലൈസിസ്, ഇതൊക്കെയാണ് ബയോടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ്. ഇനി ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? മോസ്റ്റ് സ്ട്രെയിൻസ് ആർ ടൈപ്പബിൾ. ബയോടൈപ്പിംഗ് മിക്കവാറും സ്ട്രെയിൻസും ടൈപ്പബിൾ ആണ്. ദ ടെക്നിക് ആർ റീപ്രൊഡ്യൂസിബിൾ വിത്ത് റിലേറ്റീവ്ലി ഈസ് ഇൻ പെർഫോമൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതുപോലെ തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ഇതിന്റെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുവർ ഡിസ്ക്രിമിനേറ്ററി പവർ.
Variation in gene expression is most common reason for isolate that represents single strain to differ in one or more biochemical. Gene expression il undaguna change, point mutation to contribute to this problem. Gene expression il undaguna വ്യത്യാസങ്ങൾ അതൊക്കെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി സീറോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ serotyping is based on the fact that strains of some species can differ in the antigenic determinants expressed on the cell surface. Serotyping എന്ന് പറഞ്ഞാൽ ചില സ്പീഷീസ്, ചില സ്ട്രെയിൻസ് തന്നെ അതിനകത്ത് അത് റെപ്രസെന്റ് ചെയ്യുന്ന ആന്റിജൻസിലുള്ള വ്യത്യാസം, അങ്ങനെയുള്ള ആന്റിജൻസിലുള്ള ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതിനെയാണ് സീറോടൈപ്പിംഗ് എന്ന് പറയുന്നത്. സർഫസ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ലിപ്പോപോളിസാക്കറൈഡ്, മെംബ്രെയിൻ പ്രോട്ടീൻ, capsular polysaccharide, flagella and fimbriae exhibit antigenic variation. Lipopolysaccharide, membrane protein, capsular polysaccharide ഇതെല്ലാം പിന്നെ ആന്റിജനിക് എക്സിബിറ്റ് ആന്റിജനിക് വേരിയേഷൻസ് കാണിക്കുന്നതാണ്. Strains differentiated by antigenic difference are known as serotype. ആന്റിജനിക് ഡിഫറൻസ് കാണിക്കുന്ന സ്ട്രെയിൻസിനെയാണ് സീറോടൈപ്പ് എന്ന് വിളിക്കുന്നത്. സീറോടൈപ്പിംഗ് ഈസ് യൂസ്ഡ് ഗ്രാം നെഗറ്റീവിലും യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രാം പോസിറ്റീവിലും യൂസ് ചെയ്യുന്നുണ്ട്. ഈസ് പെർഫോംഡ് യൂസിംഗ് സെവറൽ സീറോളജിക്കൽ ടെസ്റ്റ് സച്ച് ആസ് ബാക്ടീരിയൽ അഗ്ലൂട്ടിനേഷൻ, ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ, കോ അഗ്ലൂട്ടിനേഷൻ, ഫ്ലൂറസെന്റ് ആൻഡ് എൻസൈം ലേബലിംഗ് അസേ. ഇതിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പല ഇതിനകത്തും സീറോളജിക്കൽ ടെസ്റ്റ്, ബാക്ടീരിയൽ അഗ്ലൂട്ടിനേഷനകത്ത്, ലാറ്റക് അഗ്ലൂട്ടിനേഷനകത്ത്, ഫ്ലൂറസെന്റ് എൻസൈം ലേബലിംഗ് അസേ, ഇവിടെയെല്ലാം നമ്മൾ സീറോടൈപ്പിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇവിടെ മോസ്റ്റ് സ്ട്രെയിൻസ് ടൈപ്പബിൾ ആണ്, ഗുഡ് റീപ്രൊഡ്യൂസിബിലിറ്റി ആണ്, ഇന്റർപ്രറ്റ് ചെയ്യാനും പെർഫോം ചെയ്യാനും ഒക്കെ ഈസിയാണ്. എന്നാൽ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓട്ടോ അഗ്ലൂട്ടിനബിൾ സ്ട്രെയിൻസ് ആർ അൺടൈപ്പബിൾ, ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സം മെത്തേഡ്സ് ഓഫ് സീറോടൈപ്പിംഗ് ആർ ടെക്നിക്കലി ഡിമാൻഡിങ്, ചിലത് ടെക്നിക്കൽ ഇത് വേണ്ടതാണ്. There is dependency on good quality reagent from commercial sources. In house preparation of reagent is difficult process. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. അതുപോലെ തന്നെ പുവർ ഡിസ്ക്രിമിനേറ്റീവ് പവർ ആണ്. ക്രോസ് റിയാക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെയാണ് സീറോടൈപ്പിംഗ് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ഇനി എന്താണ് ആന്റിബയോഗ്രാം അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ സസെപ്റ്റിബിലിറ്റി ടൈപ്പിംഗ് എന്ന് പറയുന്നത്? ദിസ് ടൈപ്പിംഗ് ടെക്നിക് ഇൻവോൾവ്സ് കമ്പാരിസൺ ഓഫ് ഡിഫറെന്റ് ഐസൊലേറ്റ്സ് to a set of antibiotics. ഒരു സെറ്റ് ഓഫ് ആന്റിബയോട്ടിക്സിനോടുള്ള ഡിഫറെന്റ് ഐസൊലേറ്റ്സിനുള്ള റെസ്പോൺസ്, അതാണ് ആന്റിബയോഗ്രാം എന്ന് പറയുന്നത്. Isolates differing in their susceptibility are considered as different strain. ഇപ്പം ഒരു പർട്ടിക്കുലർ സ്പീഷീസ് കാണിക്കുന്ന സെൻസിറ്റിവിറ്റി പാറ്റേൺ ആയിരിക്കത്തില്ല വേറൊരു ഗ്രൂപ്പ് കാണിക്കുന്നത്, വേറൊരു ഇത് കാണിക്കുന്നത്. അപ്പൊ അതിനെ നമുക്കൊരു ഡിഫറെന്റ് സ്ട്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. The identification of new or unusual pattern of antibiotic resistance among isolates cultured from multiple patients is often the first indication of an outbreak. അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു അൺയൂഷ്വൽ പാറ്റേൺ ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഇൻഡിക്കേഷൻ. ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായതിന്റെ ആദ്യത്തെ ഇൻഡിക്കേഷൻ ആണ് അത് കാണിക്കുന്ന അൺയൂഷ്വൽ ആയിട്ടുള്ള പാറ്റേൺ ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ആന്റിബയോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആന്റിബയോട്ടിക്സിനോട് ഓർഗാനിസംസ് കാണിക്കുന്ന ആ ഒരു റെസ്പോൺസിനെയാണ് ആന്റിബയോഗ്രാം എന്ന് പറയുന്നത്.
ഇതെല്ലാം നമ്മൾ ബയോടൈപ്പ്, സീറോ ടൈപ്പ്, ഇതെല്ലാം നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടാക്സോണമി ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം.